ഇന്ന് രാവിലെ വിശുദ്ധ ബലിക്ക് ശേഷം ഇന്ത്യയിലെ പ്രമുഖമായ ഒരു പത്രമാധ്യമ സ്ഥാപനത്തിൽ നിന്ന് ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. അദ്ദേഹം എന്നോട് നിരവധി ചോദ്യങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ പ്രസക്തം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സ്വാതന്ത്ര്യം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ സംരക്ഷിച്ചു തരുന്നു എന്ന് അച്ഛൻ ചിന്തിക്കുന്നുണ്ടോ? എനിക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. നിസ്സംശയം ഞാൻ മറുപടി പറഞ്ഞു, ഇല്ല ഇല്ല ഇല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ മറുപടി പറയേണ്ടി വന്നെന്ന് ചോദിച്ചാൽ, എൻ്റെ പിതാക്കന്മാർ നടന്നു നീങ്ങിയ കനൽ വഴികളെ പറ്റിയുള്ള നല്ല ബോധ്യവും കഴിഞ്ഞ 4 വർഷം ആ കനൽ വഴികളിൽ ചവിട്ടിയതിൻ്റെ ചില വല്ലാത്ത നൊമ്പരങ്ങളും ചേർന്നാണ് എനിക്ക് നിശ്ചയദാർഢ്യത്തോടെ ഇല്ല എന്ന് മറുപടി പറയുവാൻ കഴിഞ്ഞത്. അതൊരു വല്ലാത്ത, പിന്നീട് ഞാൻ ആ കാര്യത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ അതൊരു വല്ലാത്ത പ്രഹേളികയായി എനിക്ക് തോന്നി. കാരണം രാഷ്ട്രപിതാവായ ഗാന്ധി ഊടും പാവും നൽകിയ ഒരു വലതുപക്ഷ ബോധ്യം നമ്മുടെ മണ്ണിലുണ്ട്. ഈ വലതുപക്ഷ ബോധ്യങ്ങളോട് രാഷ്ട്രപിതാവ് നിരന്തരം സംവേദിച്ചത് സ്വരാജിനെ പറ്റിയും സ്വദേശിയെ പറ്റിയുമാണ്. ആ ബോധ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഭാരതത്തിൻ്റെ വലതുപക്ഷ രാഷ്ട്രീയം നിലകൊള്ളുന്നത്. എന്നാൽ അവരോട് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനാണ് മറുപടി. ഇവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് സംവേദിക്കുമ്പോൾ അവരും വിപ്ലവങ്ങൾ വരെ നയിക്കുന്നു എന്ന് അവകാശപ്പെടുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. തൊഴിലാളി വർഗം സ്വാതന്ത്ര്യം കൈക്കിട്ട് മൂലധനത്തിന്മേൽ ഒരു സ്വതന്ത്രമായ ഇടപെടൽ വേണമെന്ന് പഠിപ്പിച്ച ഇവിടുത്തെ ഇടതുപക്ഷ സൈദ്ധാന്തികതയ്ക്ക് ഒരിക്കലും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തെപ്പറ്റി മനസ്സിലാക്കാതെ അവർ അന്ധമായി ചില കൂട്ടുകെട്ടുകൾ ഏർപ്പെടുന്നു എന്ന് നമുക്കറിയാം. ഇനി ഭാരതം ഭരിക്കുന്ന ഭരണകൂടങ്ങളുടെ രാഷ്ട്രീയ സൈദ്ധാന്തിക ബോധത്തിലേക്ക് എത്തിയാലോ, അവർ വളരെ ആവേശോജ്വലമായി നമ്മൾ സംസാരിക്കുന്നത് ഭാരതീയമായ വേരുകൾ വേണം, തദ്ദേശികമായ വേരുകൾ വേണം, വൈദേശികമായി ഏതൊന്നും ഇവിടെ സ്വീകാര്യമല്ല. പക്ഷെ അവരെ വിളിച്ച് വിരുന്ന് കൊടുക്കുന്നൊരു സംസ്കാരമാണ് അവിടെയും നാം കാണുന്നത്. അപ്പം ഇവിടെയെല്ലാം മലങ്കര സഭ ഉയർത്തിയ സ്വാതന്ത്ര്യം അത് പകരം വെക്കാൻ കഴിയാത്ത സ്വാതന്ത്ര്യമാണ്. അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രത്യയ ശാസ്ത്രങ്ങളുടെ അകമ്പടിയൊന്നും മലങ്കര നസ്രാണിക്ക് അതിൻ്റെ സ്വാതന്ത്ര്യം കൊണ്ടു നടക്കാൻ വേണ്ട. പീഡനങ്ങളുണ്ടായി, ചില മെല്ലപ്പോക്ക് നയങ്ങളുണ്ടായി, ഒരുപാട് പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളിലേക്ക് നമ്മൾ കടന്നുപോയി. അതിനെയൊന്നും മലങ്കര സഭ തെരുവിൽ വിപ്ലവം നടത്തി നേരിടുന്ന ഒരു സഭയല്ലല്ലോ. മലങ്കര സഭ ആവേശത്തിന് കീഴ്പ്പെടുന്ന ഒരു സഭയല്ല. സഭ പ്രാർത്ഥനാപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു തീർത്ഥാടക സമൂഹമാണ്. അതുകൊണ്ട് ഈ സഭ ഈ കടുത്ത നിരസ്കരണങ്ങളുടെയും രാഷ്ട്രീയ നിരാസങ്ങളുടെയും കൊടിയ സമ്മർദ്ദങ്ങളുടെയും ഒക്കെ മധ്യത്തിലാണ് ഈ സഭയുടെ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്നത്, ഇനിയും ഉയർത്തിപ്പിടിക്കുവാൻ പോകുന്നത്. അപ്പൊ അത് ദൈവകൃപ കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒരു പ്രക്രിയയാണ്. മാനുഷിക ബലം കൊണ്ട് നമുക്ക് സ്വന്തമാക്കുന്ന ഒരു പ്രക്രിയയല്ല. ദൈവത്തിൻ്റെ കരുണ ഈ സഭയോടുണ്ട്. നിരവധി ഘട്ടങ്ങളിൽ നമുക്കൊക്കെ അത് ബോധ്യമുണ്ട്. ദൈവത്തിൻ്റെ കരുണ. മലങ്കര സഭ പിച്ച് ചീന്തപ്പെടും എന്ന് ചിന്തിച്ച, മലങ്കര സഭ തീർന്നുപോയി എന്ന് ചിന്തിച്ച, മലങ്കര സഭ ഒന്നുമില്ലെന്ന് എഴുതി പറയാൻ ശ്രമിച്ച അനേകം ആളുകളുടെ നടുവിലല്ലേ 32 ഭദ്രാസനങ്ങളായി ദേശാന്തരങ്ങളിൽ സ്ലീബ അലങ്കൃത പീതവർണ്ണ പതാകയുടെ കീഴിൽ നിന്നുകൊണ്ട് ഇന്ന് വിശ്വാസി സമൂഹം കണ്ടനാളങ്ങളിൽ കാതോലിക്ക സിംഹാസനം നീണാൾ വാഴട്ടെ എന്ന് നെഞ്ചുലച്ച് നെഞ്ചകങ്ങളിൽ അഗ്നിനാളമായി ആ വലിയ മുദ്രാവാക്യം ഉയർത്തിയത് ഏത് സഭയ്ക്കുണ്ട് ഈ പുണ്യം? ഏത് സഭയ്ക്കുണ്ട് ഈ പൈതൃകം? ചില വേഷങ്ങൾ കെട്ടാൻ കഴിയുമെന്നല്ലാതെ ഏത് സഭയ്ക്കാണ് തങ്ങളുടെ പൈതൃകം അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് പരിപൂർണ സ്വതന്ത്രമാണെന്ന് പ്രഖ്യാപിപ്പാൻ കഴിയുക?